ഇതാണ് അക്വേറിയം പാരഡൈസ്. ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കടലിൻ്റെ ഉൾക്കടലിലുള്ള ഒരുപാട് മീനുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വെക്കേഷൻ സമയത്ത് ഒരുപാട് ചൂടും വെയിലും ഒന്നും കൊള്ളാണ്ട് നമുക്ക് കാണാൻ പറ്റിയ പ്ലേസാണ്. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഫിഷ് ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഫിഷുകളുണ്ട് കേട്ടോ. അത് മാത്രമല്ല അതിൻ്റെയൊക്കെ കളറ് അതൊരു ഭയങ്കര വിസ്മയം തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഈ ഫിഷുകളൊക്കെ നോക്കിക്കാൻ ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ഒരു അയല മീനൊക്കെ തോന്നില്ലേ, അങ്ങനെയുള്ള എല്ലാ മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചുവന്ന ഫിഷുകൾ നോക്കി എന്ത് രസമല്ലേ കാണാൻ. വേറൊരു ഫിഷ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും ഇതേപോലത്തെ ചുവന്ന കളറുള്ള ഫിഷാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഇത് ഈ വരുന്ന ഫിഷ്. എന്തൊരു വലിപ്പമാണെന്നറിയോ, സത്യം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് പേടിയാവും. എന്തിനാന്ന് വെച്ചാൽ ആ ഗ്ലാസ് എങ്ങാനും ഓടുന്ന ആൾ പുറത്തേക്ക് വരുമെന്നാണ്. ആൾ ഭയങ്കര ഉപദ്രവകാരിയായിട്ടൊരു ഫിഷാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ കൈയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ആൾ കടിക്കും. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ജസ്റ്റ് പിള്ളേരെയൊക്കെ സൂക്ഷിക്കുക. കണ്ണൂന് ഈ ഫിഷ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അവൻ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളത് കണ്ടപ്പോൾ ഈ ഫിഷ് കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ നെത്തോലി മീൻ ഓർമ്മ വന്നു. അതാണോ എന്നെനിക്കറിയില്ല, കാരണം ഞാൻ അവിടുത്തെ പേര് വായിച്ചില്ല കേട്ടോ. പിന്നെ അത് ഇങ്ങനെ ഒരു ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അതിനകത്തും ഫിഷൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പഴയ എന്താണ് പറയുക, ബ്ലാക്ക് മോളിയോ അങ്ങനെ എന്തോ ഫിഷാണ്. ഇതൊക്കെ പണ്ട് നമ്മൾ ഫിഷ് ടാങ്ക് വീട്ടിലുണ്ടായിരുന്നപ്പോൾ കണ്ടിട്ടുള്ള ഫിഷാണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് ഈ ഒരു ടാങ്കിനകത്താണ്. ഇതിനകത്ത് എല്ലാതരം ഫിഷ് അതെ. ഇവൻ ഇവിടെ ഇരുന്ന് ഓരോ മണ്ണിലും ഇങ്ങനെ തപ്പി കളിക്കുവാണ്. ഞാൻ ഈ ടാങ്കിലെ ഫിഷുകളാണ് പറഞ്ഞു കേട്ടോ. ഈ റെഡ് ഫിഷ് കണ്ടോ, എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ കളറാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ റെഡും വൈറ്റും കൂടെ ചേർന്നൊരു ഫിഷുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൻ്റെ ഒന്നും പേരുകളൊന്നും വലിയ ഓർമ്മയില്ല. ഒരുപാട് ഫിഷും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും വായിച്ചെങ്കിലും ഒന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഈ അക്വേറിയം പാരഡൈസ് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഈ ഫിഷിൻ്റെ കളറ് കണ്ടോ, എന്ത് രസമല്ലേ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഒത്തിരി റെഡ് ഫിഷ് ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ട്രാൻസ്പെറൻറ്റ് ഫിഷ്. ഭയങ്കര രസമല്ലേ കാണാൻ, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അവർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ. ഇവിടെ നമുക്ക് ടൈം പോകാൻ ഒന്നും വേണ്ട ശരിക്കും. ഇവിടെ കണ്ടോ ഒരുപാട് നമ്മൾ പണ്ടൊക്കെ വളർത്തിയിട്ടുള്ള ഒരുപാട് ഫിഷുകളുണ്ടാണ് കേട്ടോ. ഇത് ആൾ കുറച്ച് ഡേഞ്ചറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവനെ അറിയാമായിരിക്കും അല്ലേ. ആ ഫിഷാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ ശരിക്കും മറന്നുപോയി. ഇഷ്ടംപോലെ ഫിഷ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് നോക്കിയിട്ടും കണ്ടിട്ടും മതി വരാതെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് വളരെ ഡേഞ്ചറായിട്ടുള്ള ജെല്ലി ഫിഷ് കാണാൻ നല്ല ഭംഗിയാണ്. അവന്മാരിങ്ങനെ ഓടിക്കളിക്കുന്ന കാണാനും നല്ല ഭംഗിയാണ്. പക്ഷേ എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു പോയിസൺ ഫിഷാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ഇതിങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇതേ കണ്ടോ അത് പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റുന്നത് ഒരു ടണലാണ്. ഇതിനകത്തുകൂടെ ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. നമ്മുടെ മുകളിലൂടെ ഇങ്ങനെ, അതായത് നമുക്ക് ശരിക്കും കടലിനടിയിലൂടെ പോകുന്ന പോലെ തോന്നും. ആ കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതൊരു വളരെ എന്താ പറയുക, ടൈം പാസ് ആയിട്ടുള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്നൊരു പ്ലേസ് ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്ലേസിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടുക, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒരടുത്ത വീഡിയോയിൽ കാണാം. ബൈ.